പരിസ്ഥിതി ദിനത്തിൻ്റെ എല്ലാ ആശംസകളും. ഈ ദിനാചരണം തലസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിവിധ പരിപാടികളിൽ ആരോഗ്യമന്ത്രിയും ഞങ്ങളെല്ലാവരും പങ്കെടുത്തു. രാവിലെ IMAയുടെ നേതൃത്വത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിയും ഞാനും പങ്കെടുത്തു. പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും പങ്കെടുത്ത വളരെ മനോഹരമായ അർത്ഥവത്തായ പരിസ്ഥിതി ദിനാചരണം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും മലയാളികൾക്ക്, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് ആശംസിക്കുക. അതാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അത് അടുത്ത കൊല്ലം അതേ കുഴിയിൽ തന്നെ നടാൻ ഇടവരുത്. പരിപാലിക്കാനുള്ള പരിപാടി കൂടി വേണം. കോടതി വിധി സ്വാഗതം ചെയ്തു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനോട് എല്ലാവർക്കും വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ബ്രദർ ലോ എന്നല്ല എൻ്റെ മാനദണ്ഡം. അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ഈ ഇലക്ഷനിൽ എൻ്റെ ചീഫ് ഏജൻ്റായിരുന്നു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് ശുപാർശ ചെയ്തു. അദ്ദേഹം തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ടൈം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കേരളത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച പഞ്ചായത്ത് മെമ്പറാണ്. അവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ഉൾക്കൊള്ളുന്ന കോളേജ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, പാർട്ടി സെക്രട്ടറിയാണ്. നല്ല സത്യസന്ധനായ മാതൃകാ പൊതുപ്രവർത്തകനാണ്, എല്ലാവർക്കും അറിയാം. അതെൻ്റെ സഹോദരൻ എന്നത് നിയമപരമായ തടസ്സമില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്നോട് 1-2 ആളുകൾ ചോദിച്ചു, വേറെ എവിടെയെങ്കിലും നിയമിച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്താൽ പോരായിരുന്നു എന്ന്. അത്തരത്തിലുള്ള കാപട്യത്തിന് ഞാൻ നിന്നിട്ടില്ല. വന്നവരെയൊക്കെ എൻ്റെ സഹോദരി ഭർത്താവാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ നിയമനം നടത്തിയിട്ടുള്ളത്. ഇത് അസാധാരണമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.